ഹലോ, കേരള രുചിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് റാഗി വെച്ചിട്ടൊരു സ്മൂത്തിയാണ് കേട്ടോ. റാഗിയുടെ സ്മൂത്തിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ റാഗിപ്പൊടിനെ ഒന്ന് വറുത്തെടുക്കാം. നമുക്ക് സ്റ്റൗ കത്തിച്ച് ചട്ടി വെച്ച് കൊടുക്കുക. നന്നായി വറുക്കണ്ട, ഒന്ന് ലൈറ്റായിട്ട് അതിൻ്റെ പച്ചമണം പോണ വരെ ഒന്ന് നമുക്ക് ചൂടാക്കി എടുക്കണം. അതിനൊരു പാത്രം, ഒരു വലിയ ടീസ്പൂണ്, ഒരു 4 ടീസ്പൂണ് റാഗി എടുത്തിട്ടുണ്ട്. ഗസ്റ്റുള്ള കാരണം വീഡിയോ എടുക്കാൻ വൈകിപ്പോയി. അപ്പോൾ നമ്മൾ ആ റാഗീനെ നമ്മൾ ഇതിൽ ചേർത്തു കേട്ടോ, വറുത്ത റാഗീനെ. അപ്പോൾ നമ്മൾ റോസ്റ്റ് ചെയ്ത റാഗീനെ അതിൽ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് കുറുക്കിയെടുക്കുക. സ്റ്റൗ കത്തിച്ച് കൊടുക്കുക, അടുപ്പത്ത് വെച്ച് കൊടുക്കുക. ഒന്ന് റോസ്റ്റാക്കിയിട്ടുള്ളൂ, നന്നായി റോസ്റ്റാക്കരുത്, മെല്ലെ ഒന്ന് റോസ്റ്റ് ചെയ്യുക. ലേശം പൊടിയിലുണ്ടായി. ഇത് പച്ചവെള്ളത്തിൽ തന്നെയാണ് നമ്മൾ ഇട്ടത് കേട്ടോ. റാഗി ഞാൻ ഇടുമ്പോൾ ക്യാമറ ഓഫായി. ഇടയ്ക്കിടയ്ക്ക് ഈ ഫോണിനെന്തോ ക്യാമറ ഓഫാകുന്നുണ്ട്. പിന്നെ ഫോണിലേക്ക് നോക്കിയപ്പോഴാണ് ക്യാമറ ഓഫായി കിടക്കണ കണ്ടത്. അപ്പോൾ നമ്മുടെ റാഗി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലൈറ്റായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തു. ആ റാഗി പച്ചവെള്ളത്തിൽ 1/2 ലിറ്റർ പച്ചവെള്ളത്തിലേക്ക് നമ്മളിട്ടു. ഇപ്പോൾ റാഗി റെഡി ആയിട്ടുണ്ട്. ഓഫാക്കാം. ഇനി ഇതൊന്ന് തണുക്കണം. അപ്പോൾ നമ്മുടെ റാഗി ഇവിടെ ചൂടാറിയിട്ടുണ്ട്. നമുക്കത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. രണ്ട് റോബസ്റ്റ് പഴമാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഇതിലേക്ക്, ചെറുതാണ്, ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായി പഴുത്തിട്ടുണ്ട്. നുറുക്കൊന്നും വേണ്ട, കൈ കൊണ്ട് തന്നെ അങ്ങനെ പൊട്ടിച്ചിട്ടാൽ മതി. അത്രയ്ക്ക് പഴുത്തിരിക്കണത് നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കും. കുറച്ച് ചുക്ക് പൊടി നമുക്കിതിലിടാം. ചുക്കാണ് പൊടിച്ചെടുത്തത്. 1.5 ടീസ്പൂണ് പഞ്ചസാര ചേർക്കുക. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് ചേർത്തിയാൽ മതി. പഞ്ചസാര ഇല്ലാതെ ഇത് അടിച്ചെടുക്കുക കേട്ടോ. കഴിക്കാൻ ടേസ്റ്റ് തന്നെയായിരിക്കും. പഞ്ചസാര വേണ്ടെങ്കിൽ ചേർക്കണമെന്നില്ല. പിന്നെ ഇത് തിളപ്പിച്ചാറിയ പാലാണ്, 1 ഗ്ലാസ് അത് ഒഴിച്ച് കൊടുക്കുക. ഇനി നമുക്കിത് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് അടിച്ചെടുത്തിട്ടുണ്ട്.
നമുക്കിതിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ നമ്മുടെ റാഗി സ്മൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഈ ചൂട്ടത്തൊക്കെ കുടിക്കാൻ നല്ലതാണ് കേട്ടോ. 2 ഐസും കൂടി ഇട്ടാൽ നമുക്ക് നന്നായിട്ട് നല്ല തണുപ്പുണ്ടാവും. നമ്മളിപ്പോൾ ഐസ് ഇട്ടിട്ടില്ല. 2 ഐസും കൂടി ഇട്ടിട്ട് നമുക്ക് ഈ ചൂട്ടത്തുനിന്ന് വരുമ്പോഴൊക്കെ കുടിക്കാൻ നല്ലതാണ് കേട്ടോ. അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. രണ്ട് ഐസൊക്കെ ഇട്ടാൽ നല്ല കൂളിംഗ് ആവും. നമുക്ക് വിട്ടു കൊടുക്കാം. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നല്ല അടിപൊളിയാണ് കേട്ടോ.